നമുക്കറിയാം കഴിഞ്ഞ മെയ് മാസത്തിൽ നടന്ന സംസ്ഥാന സമ്മേളനത്തിൻ്റെ തുടർച്ചയായിട്ടാണ് യൂണിറ്റ് കൺവെൻഷനുകൾ നടന്നു വരുന്നത്. സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ് നമ്മൾ ജില്ലാ തലത്തിൽ കൺവെൻഷനുകൾ നടത്തി, പിന്നീട് നേരിട്ട് യൂണിറ്റുകളിലേക്കാണ് മേഖലാതലത്തിൽ കൺവെൻഷനുകൾ നടത്തിയില്ല. അപ്പം അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ ഇന്നിപ്പോൾ കോഴിക്കോട് മേഖലയിൽ 5 സ്ഥലത്തോടെ നടത്തുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ നിരവധിയായ സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ നമ്മുടെ അംഗങ്ങൾ കൂടിയിരുന്നുകൊണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക. പല സ്ഥലങ്ങളിൽ നിന്നും നമ്മൾ അത്തരത്തിലുള്ള ക്രമത്തിൻ്റെ വാർത്തകളൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഭരണതലത്തിൽ നമുക്കറിയാം, ഒരു ഭരണഘടന വളരെ തുല്യത മുന്നോട്ട് വയ്ക്കുന്ന, സാമൂഹ്യ നീതി മുന്നോട്ട് വയ്ക്കുന്ന ഒരു ഭരണഘടനയുള്ള ഒരു രാജ്യത്ത് അതിനെയൊക്കെ തട്ടിമാറ്റിക്കൊണ്ട് ഭരണഘടനയ്ക്ക് തെല്ലും വില കൽപ്പിക്കാതെ ഇത്തരത്തിലുള്ള വിവേചനപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഒരു ഭരണ സംവിധാനം തന്നെ നിലനിൽക്കുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് വളരെ വലുതാണ്. നമുക്ക് ചെയ്യാനുള്ളത് നിരന്തരമായി ഇതിനെതിരെ പൊരുതിക്കൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനാവൂ. അത്തരത്തിൽ ഈ അറിവുകൾ എന്താണ് ശരിയായ കാര്യമെന്ന് ജനങ്ങളോട് പറയാനുള്ള ബാധ്യത നമുക്കുണ്ട്. അത് തന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കേണ്ടത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചെറിയ അവതരണത്തിലേക്ക് പോകാം. സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ മെയ് മാസത്തിൽ 9, 10, 11 തീയതികളിലായിട്ട് പാലക്കാട് വെച്ചാണ് നടന്നത്. പാലക്കാട് കോളേജ് എന്ന് പറയുന്നത് മാനേജ്മെന്റ് കോളേജിൽ വെച്ചാണ് നടന്നത്. വളരെ നല്ല രീതിയിൽ ഏതാണ്ട് 500-നടുത്ത് പ്രതിനിധികൾ, 475 പ്രതിനിധികൾ പങ്കെടുത്ത്, അതിൽ 360 പുരുഷന്മാരും 115 സ്ത്രീകളും പങ്കെടുത്തിരുന്നു. നല്ല പങ്കാളിത്തം മാത്രമല്ല, പാലക്കാട് ജില്ലയിൽ ഈ സമ്മേളനത്തിന് വേണ്ടി രൂപം കൊടുത്ത സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ പാലക്കാട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിരവധിയായ പ്രവർത്തനങ്ങൾ നടന്നിരുന്നത്. ഏതാണ്ട് 1-2 മാസക്കാലം തുടർച്ചയായ പ്രവർത്തനങ്ങൾ നടന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു സംസ്ഥാന സമ്മേളനത്തെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം ആ പ്രദേശത്തെ ജനങ്ങളെയൊക്കെ ഇത്തരത്തിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ വിവിധ തരം പ്രവർത്തനങ്ങളിലൂടെ കൊണ്ടുപോകാനുള്ള ഒരു സാധ്യത കൂടിയായാണ് നമ്മുടെ ആ സമ്മേളനം നടപടികൾ അവിടെ പുരോഗമിച്ചത്. മറ്റുള്ള ഒരു കാര്യം, സമ്മേളനത്തിലേക്ക് വരികയാണെങ്കിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ഡോക്ടർ പാർത്താബി മജുംദാർ എന്ന് പറയുന്ന നമ്മുടെ ശാസ്ത്ര പ്രസ്ഥാനങ്ങളുടെ സയൻസ് നെറ്റ്വർക്ക് എന്ന് പറയുന്ന നമ്മുടെ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പോലെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ പലതരത്തിലുള്ള ഡൽഹി സയൻസ് ഫോറം പോലെ, കർണാടക വിജ്ഞാൻ മഞ്ച് പോലെ, പശ്ചിമ ബംഗാൾ വിജ്ഞാൻ മഞ്ച്, ആന്ധ്രാപ്രദേശിലെ ജനവിജ്ഞാന വേദിക, അത്തരത്തിലുള്ള കുറേയേറെ സംഘടനകൾ പല സംസ്ഥാനങ്ങളിലായി നിലനിൽക്കുന്നുണ്ട്. ഈ സംഘടനകളുടെ ഒക്കെ ഒരു നെറ്റ്വർക്കായിട്ടുള്ള ഓൾ ഇന്ത്യ പീപ്പിൾസ് സയൻസ് നെറ്റ്വർക്കിൻ്റെ പ്രവർത്തകനായിട്ടുള്ള ഡോക്ടർ പാർത്താബി മജുംദാർ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് നമ്മുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. ശാസ്ത്രത്തിൻ്റെ കണിശതയും നൈതികതയും എന്നതായിരുന്നു വിഷയം. കാരണം ദേശീയ തലത്തിൽ തന്നെ ഇപ്പോൾ നമുക്കറിയാവുന്നത് ഏറ്റവും പുതിയ സയൻസ് കോൺഗ്രസിനെ കുറിച്ചുള്ള വാർത്തകൾ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. സയൻസ് കോൺഗ്രസ്, ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് എന്ന് പറയുന്ന 100 വർഷത്തിലധികം പാരമ്പര്യമുള്ള സയൻസ് കോൺഗ്രസ് അടുത്ത കാലത്തായിട്ട് ഏതാണ്ട് 2014 ശേഷമുള്ള ഒരു കാലത്ത് വളരെയധികം അശാസ്ത്രീയമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കാനുള്ള ഒരു വേദിയായി മാറിയത് നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും ആന്ധ്രാപ്രദേശിലെ സർവകലാശാലയിലെ വൈസ് ചാൻസലറൊക്കെ വളരെ നിരുത്തരവാദപരമായി ഗാന്ധാരിയുടെയും അല്ലെങ്കിൽ മഹാഭാരതത്തിൻ്റെയും കഥകൾ പറഞ്ഞുകൊണ്ട് അന്ന് തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ജീൻ തെറാപ്പിയിലേക്ക് പോയിരുന്നത് നമ്മൾ വളരെ ഇത്തരം ശാസ്ത്രത്തിൻ്റെതായ അതിനൂതനമായ കണ്ടുപിടുത്തങ്ങളൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഇതിഹാസത്തിൻ്റെ കാലത്ത് തന്നെ നമുക്കറിയാമായിരുന്നു എന്നൊക്കെ പറയുന്നത് അതൊരു സയൻസ് കോൺഗ്രസ്സിലാണ് പറയുന്നത് എന്നുള്ളതാണ്. നേരത്തെ ലോകരാജ്യങ്ങളൊക്കെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ഒരു വേദിയായിരുന്നു നമ്മുടെ സയൻസ് കോൺഗ്രസ്. ആ സയൻസ് കോൺഗ്രസ്സിൽ ഇത്തരത്തിൽ ശാസ്ത്രീയമായ കാര്യങ്ങൾ പറയാൻ യാതൊരു നാണവും ഇല്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ നമ്മൾ കണ്ടു. അടുത്ത കാലത്തായിട്ട് സയൻസ് കോൺഗ്രസ് തന്നെ നടത്തേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്കും നമ്മുടെ ദേശീയ ഭരണാധികാരികൾ മാറി എന്നുള്ളത് നമുക്കറിയാം. അത്തരത്തിൽ ഉള്ള ഒരു സാഹചര്യത്തിൽ എന്താണ് ഇന്ത്യയുടെ ശാസ്ത്ര മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന കുറേയേറെ വിവരങ്ങളാണ് ഡോക്ടർ പാർത്താബി മജുംദാർ പങ്കുവച്ചത്. മാത്രമല്ല സയൻസ് ജേർണലുകളിലൊക്കെ വരുന്ന പ്രബന്ധങ്ങളെ കുറിച്ച് നമുക്കറിയാം. പിയർ റിവ്യൂഡ് ആയിട്ടുള്ള പ്രബന്ധങ്ങളൊക്കെ തന്നെ വളരെ കൃത്യമായി ശാസ്ത്രത്തിൻ്റെ അറിവുകൾ, ശാസ്ത്രത്തിൻ്റെ രീതിയിലൂടെ കണ്ടെത്തിയ അറിവുകൾ മുന്നോട്ട് വയ്ക്കുന്ന ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ
അതേ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളിലേക്കൊക്കെ ഈ അറിവുകൾ എത്തിക്കാനാണ് ഇത്തരത്തിലുള്ള പ്രബന്ധങ്ങൾ വഴി കഴിയുന്നത്. പക്ഷേ ഈ പ്രബന്ധങ്ങൾ തന്നെ അശാസ്ത്രീയതകൾ പ്രോത്സാഹിപ്പിക്കുന്നതായാലോ, അപ്പൊ അത്തരത്തിലുള്ള അശാസ്ത്രീയമായ പ്രബന്ധങ്ങളെയൊക്കെ തന്നെ പിൻവലിക്കേണ്ടി വന്നതും തെറ്റായ ഡാറ്റകൾ ഉള്ളതുകൊണ്ട് മൊത്തത്തിൽ തന്നെ ഇത്തരത്തിൽ കാര്യങ്ങൾ ഒഴിവാക്കേണ്ടി വന്നതുമായ ഒട്ടേറെ ചരിത്രങ്ങളും അത്തരത്തിലുള്ള വസ്തുതകളും ഒക്കെയാണ് കാക്കത്തി മജുംദാർ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറഞ്ഞത്. വളരെ നമുക്കൊക്കെ തന്നെ ഒരു പുതിയ അറിവുകൾ ലഭിക്കുന്ന ഒരു നല്ല പ്രസംഗവും പ്രഭാഷണവുമായിരുന്നു ഉദ്ഘാടനത്തിന്റെ ഭാഗമായി അദ്ദേഹം നൽകിയത്. മറ്റൊന്ന്, നമ്മുടെ ഈ ഉദ്ഘാടനത്തിന് പോലെ തന്നെ വളരെ പ്രധാനമായി നമ്മൾ കാണുന്നത് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി നമ്മൾ മുന്നോട്ട് വെച്ച പ്രമേയങ്ങളെയാണ്. നമ്മളവിടെ 8 പ്രമേയങ്ങളാണ് അവതരിപ്പിച്ചത്. പ്രമേയത്തിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാൻ സമയമില്ലെങ്കിലും ഞാൻ അതിൻ്റെ ചില വാചകങ്ങൾ ഒന്ന് പറഞ്ഞു പോകാനാണ് ശ്രമിക്കുന്നത്. ഒന്ന്, ശാസ്ത്ര സാങ്കേതിക ഗവേഷണങ്ങൾക്കായി ആഭ്യന്തര വരുമാനത്തിന്റെ 2% മാറ്റിവെക്കണം എന്ന് പറയുന്ന ഒരു പ്രമേയം നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ അയൽ രാജ്യങ്ങളൊക്കെ തന്നെ 2% മുകളിലാണ്. ചൈനയൊക്കെ അതിനേക്കാൾ കൂടുതൽ വളരെ നല്ല രീതിയിൽ 4% ഒക്കെ ഈ ഇത്തരത്തിൽ ശാസ്ത്ര ഗവേഷണങ്ങൾക്കായി വിനിയോഗിക്കുമ്പോൾ നമ്മൾ 1% അടുത്ത് നിൽക്കുന്ന തുകയാണ് ഇപ്പോഴും ശാസ്ത്ര ഗവേഷണങ്ങൾക്കായി മാറ്റിവെക്കുന്നത്. മാത്രമല്ല, ആ തുക തന്നെ എവിടേക്കാണ് പോകുന്നത് എന്നും കൂടി പരിശോധിക്കേണ്ടതുണ്ട്. ഏറ്റവും അടുത്ത കാലത്തായി ഗോമൂത്രത്തിന്റെയും ചാണകത്തിന്റെയും ഒക്കെ ശാസ്ത്രീയതകൾ കണ്ടെത്താനും ഒക്കെയാണ് പുതിയ തരത്തിലുള്ള അനുവാദം കിട്ടുന്നത്, പുതിയ ഗവേഷണങ്ങൾക്ക് അനുവാദം കിട്ടുന്നത്. അത്തരത്തിലൊക്കെയുള്ള വിഷയങ്ങൾക്കാണ് എന്നുകൂടി കാണുമ്പോഴാണ് നമ്മുടെ ഇന്ത്യയുടെ ഒരു ശാസ്ത്ര പാരമ്പര്യത്തിന്റെ ഗതി എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുക. അപ്പൊ അതിന്റെ വിശദാംശങ്ങളൊക്കെ ചേർത്തുകൊണ്ടുള്ള ഒരു പ്രമേയമായിരുന്നു അത്. മറ്റൊന്ന്, യുദ്ധഭ്രാന്ത് വളർത്തരുത്, സമാധാനം പുലരട്ടെ എന്നാണ്. പ്രത്യേകിച്ചും പഹൽഗാമിൽ നടന്ന തീവ്രവാദ ആക്രമണത്തിന്റെയൊക്കെ പശ്ചാത്തലത്തിലായിരുന്നു ഈ ഒരു പ്രമേയം വന്നത്. നമുക്കറിയാം, പലസ്തീനിലൊക്കെ ഗസയിലും മറ്റും നടക്കുന്ന ഇത്തരത്തിലുള്ള മനുഷ്യകുരുതിയൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ, ലോക സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതിനെല്ലാം ചേർത്തുകൊണ്ടുള്ള ഒരു പ്രമേയമായിരുന്നത്. മൂന്നാമതൊരു അന്ധവിശ്വാസ ചൂഷണ നിരോധന നിയമം നിർമ്മിച്ച് നടപ്പിലാക്കുക എന്നാണ്. ഇത് നമുക്കറിയാം, നമ്മൾ 2013 മുതൽ ഏതാണ്ട് 10-12 വർഷമായി ഇതിന് പിന്നിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തിയ സംഘടന കൂടിയാണ് നമ്മൾ 140 മേഖലകളിലും നമ്മുടെ എല്ലാ മേഖലകളിലും എല്ലാ മണ്ഡലങ്ങളിലും നമുക്ക് 2013 എല്ലാ MLA-മാർക്കും നമ്മൾ ജനങ്ങളുടെ ഒപ്പ് സ്വീകരിച്ചുകൊണ്ടുള്ള ലക്ഷക്കണക്കിന് ഒപ്പുകൾ കൈമാറിയിരുന്നു. ഇങ്ങനെയൊരു നിയമം നടപ്പിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. മാത്രമല്ല, ഈ നിയമം നടപ്പിലാക്കണമെന്ന് വെറുതെ പറയുകയല്ല, നമ്മൾ അതിന് വേണ്ടി ഒരു കരണ്ട് ബില്ലും തയ്യാറാക്കി നൽകിയിരുന്നു. നമ്മൾ മാത്രമല്ല, യുക്തിവാദി സംഘടനയുടെ ഭാഗത്തു നിന്നും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വരികയും ഒക്കെ ചെയ്തിട്ട് പതിറ്റാണ്ടുകൾ കഴിഞ്ഞു. പക്ഷെ ഇപ്പോഴും ഇത്തരത്തിലൊരു നിയമം നടപ്പിലാക്കിയിട്ടില്ല. ഈ നിയമം നടപ്പിലാക്കുന്നതിൻ്റെ ഒരു പശ്ചാത്തലം വരുന്നത് നമുക്കറിയാം. നരേന്ദ്ര ദബോൾക്കറുടെ കൊലപാതകത്തിന്റെ പശ്ചാത്തലത്തിൽ മഹാരാഷ്ട്രയിലെ അന്തർശ്രുത നിർമൂലൻ സമിതി എന്ന് പറയുന്ന അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന അവരുടെ പ്രവർത്തന മേഖല, അവരുടെയൊക്കെ പരിശ്രമഫലമായി മഹാരാഷ്ട്രയിൽ അത്തരമൊരു നിയമം വരികയും കർണാടകയിൽ അത്തരത്തിലുള്ള നിയമം പിന്നീട് നടപ്പിലാക്കുകയൊക്കെ ചെയ്തതും ഒരു ചരിത്രവും അല്ലെങ്കിൽ അത്തരത്തിലുള്ള മാതൃകകൾ നമ്മുടെ മുന്നിലുണ്ട്. പക്ഷെ നമുക്ക് എന്തുകൊണ്ട് ഇപ്പോഴും അതിലേക്ക് പോകാൻ കഴിയില്ല. എന്നാൽ കേരളം വളരെ പുരോഗമനപരമാണ് എന്നൊക്കെ പറയുമ്പോഴും കേരളത്തിനകത്ത് ചില വിത്തുകളിൽ അല്ലെങ്കിൽ ചില മനുഷ്യരുടെ മനസ്സുകളിൽ ഇത്തരത്തിൽ പ്രശ്നങ്ങളുണ്ട് എന്നത് നമ്മൾ ഈ ബംഗൂരിലൊക്കെ നരബലിയെ കുറിച്ച് കേട്ടപ്പോൾ നമുക്ക് മനസ്സിലായി. നമ്മളൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേരളം പോലെ ഇത്രയും പുരോഗമനപരമായി മുന്നേറിയ നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെയൊക്കെ പ്രവർത്തന ഫലമായി മനുഷ്യരുടെ മനസ്സിൽ ഒട്ടേറെ മാറ്റങ്ങളുണ്ടായ ഒരു പ്രദേശത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാവുന്ന അന്തരീക്ഷം ഇവിടെ എവിടേക്കോ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവ് കൂടിയാണ് അത്. അപ്പോൾ അത്തരത്തിലുള്ള നിയമത്തിലേക്ക് ഒക്കെ പോകേണ്ട വലിയൊരു ആവശ്യം നമുക്കും കേരളത്തിനും ഉണ്ട്. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു പ്രമേയമായിരുന്നു. മാത്രമല്ല, അതിനുള്ള പരിപാടിയായിട്ടുള്ള ചില നിവേദനങ്ങളൊക്കെ നമ്മൾ ഇതിനകം തന്നെ സർക്കാരിനെ മുഖ്യമന്ത്രിയൊക്കെ കണ്ട് നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്, കടൽ മണൽ ഖനനം
വിശദമായ പഠനത്തിന് ശേഷമേ നടത്താവൂ എന്ന് പറയുന്ന ഒരു പ്രമേയമായിരുന്നു. അത് കൊല്ലം ഭാഗത്തുള്ള കടൽമണൽ ഖനനം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത്, യൂണിയൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കടൽമണൽ ഖനനം ചെയ്യുന്നതിനുള്ള ഒരു തീരുമാനം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അത്തരത്തിൽ നടക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് കടലിൻ്റെ ഒരു സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുകയും നമ്മുടെ പരിസ്ഥിതിയെ തന്നെ അത് ബാധിക്കുകയും ചെയ്യും എന്നുള്ളത് കൊണ്ട് നമ്മളാണ് അത്തരത്തിലുള്ളൊരു പ്രമേയത്തിലേക്ക് പോയത്. കേരള തീരത്ത് നിന്ന് ഒരു 30 കിലോമീറ്റർ അപ്പുറത്തുള്ള 242 ചതുരശ്ര കിലോമീറ്ററിൽ 1.5 മീറ്റർ ആഴത്തിൽ ഖനനം നടത്തും എന്നാണ് നിർദ്ദേശം. അത് കടലിൻ്റെ അടിത്തട്ടിനെ ബാധിക്കും, അതിൻ്റെ അടിത്തട്ടിൻ്റെ സന്തുലിതാവസ്ഥയെ ബാധിക്കും. അത് തീർച്ചയായും കേരള തീരത്തെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമായി മാറും എന്നൊക്കെയുള്ള ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അത് കേന്ദ്ര സർക്കാരിന് നമുക്കറിയാം, ഇപ്പോൾ ബ്ലൂ എക്കോണമി പോളിസി എന്ന് പറയുന്ന ചില നയങ്ങളുടെയൊക്കെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ പറയുന്നത്. അതിനെതിരെയുള്ള ഒരു പ്രമേയമായിരുന്നു. അഞ്ചാമത്തെ പ്രമേയം ഹെപ്പറ്റൈറ്റിസ് വാക്സിൻ അടിയന്തരമായി അതിൻ്റെ വാക്സിൻ്റെ ദൗർലഭ്യം പരിഹരിക്കണം എന്നായിരുന്നു. ഇത് നമുക്ക് അടുത്ത കാലത്തായിട്ട് നമുക്കറിയാം, പൊതുമേഖലയിലുള്ള പല വാക്സിൻ കമ്പനികളെയും ഒക്കെ തന്നെ ഇല്ലാതാക്കിക്കൊണ്ടുള്ള ഒരു അവസ്ഥ വരുന്നുണ്ട്. മാത്രമല്ല കമ്പനികൾ കൂട്ടിപ്പോകുന്നു എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ ഈ മുതലാളിത്തത്തിൻ്റെ അല്ലെങ്കിൽ ഈ പറയുന്ന പുസ്തക കമ്പനികളുടെയൊക്കെ താല്പര്യപ്രകാരം പലപ്പോഴും കൂടുതൽ വില കിട്ടാൻ വേണ്ടി നമ്മുടെ പൊതുമേഖലയിലേക്ക് തരാതിരിക്കുകയും പകരം മറ്റു തരത്തിൽ നമുക്ക് പറയാവുന്ന ഒരു കരിഞ്ചന്ത എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം, ആ തരത്തിലുള്ള ഒരു വിൽപ്പനയിലേക്ക് മറ്റും പോവുകയും നമ്മുടെ ഒരു പൊതു ഇതിലേക്ക് തരാതിരിക്കുകയും ചെയ്യുന്ന ഒരു രീതികളൊക്കെ വരുന്നുണ്ട്. കാരണം നമ്മുടെ ആശുപത്രികളിൽ നമ്മുടെ ആതുര സേവകർക്കൊക്കെ തന്നെ വളരെ അനിവാര്യമായിട്ടുള്ളൊരു മരുന്നാണ് ഈ ഹെപ്പറ്റൈറ്റിസ് സി എന്ന് പറയുന്നത്. പ്രതിരോധത്തിന് വളരെ ആവശ്യമുള്ള ഒരു മരുന്നാണ്. അപ്പോൾ അതുകൊണ്ട് മാത്രമല്ല, ഒരു ഇഞ്ചക്ഷനുള്ള ഒരു മരുന്ന് തരുന്നതിന് പകരം 10 ഒന്നിച്ചുള്ളതേ തരൂ എന്നൊക്കെ പറയുമ്പോൾ അത് വാങ്ങിക്കാനുള്ള ബുദ്ധിമുട്ടാണ്. പല പല തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ അതിൻ്റെ ഭാഗമായി രൂപപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ദൗർലഭ്യം പരിഹരിക്കണം എന്ന ഒരു പ്രമേയം ആയിരുന്നു അത്. മറ്റൊന്ന്, ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനത്തെ ദുർബലപ്പെടുത്തുന്ന നടപടികളെ ചെറുത്തു തോൽപ്പിക്കുക എന്നതാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകേണ്ടതില്ല, കാരണം നമുക്ക് വളരെ കൃത്യമായി അറിയാം എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും നിയമപരമായി നിലനിൽക്കുന്ന കാര്യങ്ങളെയൊക്കെ അട്ടിമറിച്ചുകൊണ്ട് നമുക്കറിയാം, യൂണിയൻ സർക്കാർ എന്ന് പറയുമ്പോൾ സ്റ്റേറ്റും സെൻട്രൽ സർക്കാർ എല്ലാം കൂടി ചേർന്നുള്ള ഒരു യൂണിയൻ സർക്കാരാണ്. പക്ഷേ ഇവിടെ സംസ്ഥാന സർക്കാരുകളുടെ അവകാശങ്ങളെയൊക്കെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ആ ഫെഡറൽ സംവിധാനത്തെ തന്നെ തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള ഒരവസ്ഥയാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ധനപ്രതിസന്ധി നമുക്ക് കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്കറിയാം, കേരളം പലതരത്തിൽ പുരോഗമനപരമായി മുന്നേറിയതുകൊണ്ട് തന്നെ ഇനി കേരളത്തിന് സാമ്പത്തികമായ സഹായങ്ങളൊന്നും ആവശ്യമില്ല. ഇപ്പോൾ തന്നെ വളരെ മുന്നിലാണ്. ഇനിയും സഹായം തന്നാലേ ഒരുപക്ഷെ അത് അധികപ്പറ്റാവും. അതുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങൾ, വളരെ പിന്നാക്കം നിൽക്കുന്ന സംസ്ഥാനങ്ങൾക്കാണ് സാമ്പത്തികമായ ഇത്തരത്തിലുള്ള സഹായങ്ങൾ നൽകേണ്ടത് എന്നൊക്കെയുള്ള ഒരു തരം അലിഖിതമായ കുറേയേറെ കാര്യങ്ങൾ നമ്മൾ ഈ അടുത്ത കാലത്തായി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലായിരുന്നു ഇത്തരത്തിലുള്ള ഒരു പ്രമേയം. ഏഴാമത്തത്, സമഗ്ര പേവിഷബാധ പ്രതിരോധ പദ്ധതി ഇത്തരം അടിസ്ഥാനത്തിൽ നടപ്പിലാക്കുക എന്നുള്ളതാണ്. അത് കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്കറിയാം, തെരുവുപട്ടികളുടെ കാര്യവും ഇപ്പോഴും നമ്മുടെ ചുറ്റുവട്ടത്ത് പലപ്പോഴും ഉണ്ടാകുന്ന തെരുവുനായ്ക്കളുടെ ആക്രമണങ്ങളും അതുപോലെ പല കുട്ടികളൊക്കെ അടുത്ത കാലത്ത് മരിക്കുകയൊക്കെ ചെയ്ത ഒരുപാട് സംഗതികൾ നമ്മുടെ ചുറ്റുമുണ്ട്. എട്ടാമത്തത്, കേരളത്തിലെ മയക്കുമരുന്ന് വ്യാപനം തടയുന്നതിന് ജനപങ്കാളിത്തത്തോടെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കണമെന്നാണ്. അതിപ്പോൾ തന്നെ നമ്മൾ പല മേഖലകളിലും, പ്രത്യേകിച്ചും ഇതൊരു വായനശാലയാണ്. വായനശാലയിലൊക്കെ നേതൃത്വത്തിൽ നമ്മളിത് നടത്തിക്കൊണ്ടേയിരിക്കുന്ന ഒരു പരിപാടിയാണ്. അത് സർക്കാരിനോട് കുറച്ചുകൂടി അതിൻ്റെ കാര്യങ്ങളൊക്കെ വേഗത്തിലാക്കാനുള്ള ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രമേയമായിരുന്നു. ഇതൊക്കെയാണ് ഒരു സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് നടന്ന കാര്യം. മറ്റ് സമ്മേളനത്തിൽ നമുക്കറിയാമല്ലോ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രേഖ എന്ന് പറയുന്നത് സംഘടനാ രേഖയാണ് സമ്മേളനത്തിൻ്റെ ഭാഗമായി നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. നമ്മുടെ യൂണിറ്റ് സമ്മേളനം മുതൽ സംസ്ഥാന സമ്മേളനം വരെ പോകുന്ന ഒരു വളരെ കൃത്യമായ രേഖീയമായ ഒരു പ്രവർത്തനമാണത്. യൂണിറ്റ് സമ്മേളനങ്ങളിൽ പങ്കെടുത്തവരാണ് ഇവിടെ ഇരിക്കുന്നവർ എല്ലാവരും തന്നെ എന്നാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായും നമ്മുടെ ഒരു നിക്ഷേപത്തിൻ്റെ ഒരു പലിശ തന്നെയാണ് നമുക്ക് തിരിച്ചു കിട്ടിയതെന്ന് നമുക്ക് പറയാൻ പറ്റും. എന്തായിരുന്നു ആ നിക്ഷേപം എന്ന് നോക്കിയാൽ അത് നമ്മുടെ വിദ്യാഭ്യാസത്തിലുള്ള നിക്ഷേപം തന്നെയാണ്. കേരളത്തിലെ നമുക്കറിയാം, കേരളത്തിൽ ജനിക്കുന്ന എല്ലാ കുട്ടികളും സ്കൂളിലേക്ക് പോകുന്നുണ്ട്. കേരളത്തിൻ്റെ ഓരോ പഞ്ചായത്തിലും നമുക്ക് നിരവധിയായ സ്കൂളുകളുണ്ട്.
ഏറ്റവും അടുത്ത് 8 കിലോമീറ്റർ അത്ര ദൂരത്തേക്കൊന്നും പോകാതെ തന്നെ നമുക്ക് ഓരോ പ്രദേശത്തും നിരവധിയായ പ്രൈമറി സ്കൂളുകളായാലും ഹയർ സെക്കൻഡറി എല്ലാ സ്കൂളുകളും നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് സ്കൂളിൽ എത്തിപ്പെടാൻ അതിൻ്റെ ഒരു ലഭ്യത വളരെ കൂടുതലാണ്. എല്ലാ കുട്ടികളും തന്നെ സ്കൂളിൽ പോകുന്നുണ്ട്. കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള ഒരു അവബോധം ഉണ്ട് എന്നുള്ള ഒരു വസ്തുത നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ മാത്രമല്ല അതിന് ചരിത്രത്തിലേക്കൊക്കെ പോയാൽ നമുക്കറിയാം നമ്മുടെ വളരെ മുൻകാലത്തിലുള്ള നമ്മുടെ മുന്നേ സഞ്ചരിച്ച മനുഷ്യരൊക്കെ തന്നെ പിടിയരി ശേഖരിച്ചുകൊണ്ടൊക്കെ സ്കൂളുകൾ സ്ഥാപിച്ചതിൻ്റെ കഥയൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അക്കാലത്ത് എല്ലാ മനുഷ്യരും തങ്ങൾക്ക് വേണ്ടിയല്ല, തനിക്ക് കൃത്യമായ ആവശ്യമുണ്ടെന്നുള്ളത് സമൂഹത്തിന് ആവശ്യമുള്ള ഒരു സ്ഥാപനം എന്ന നിലയ്ക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടായി വരണം എന്നുള്ള ഒരു നിശ്ചയത്തിൻ്റെ തീവ്രമായ ഒരു ദൃഢനിശ്ചയത്തിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ എല്ലാ സമുദായ സംഘടനകൾ നമുക്കറിയാം, വ്യത്യസ്ത സമുദായ സംഘടനകളൊക്കെ തന്നെയാണ് വിദ്യാഭ്യാസത്തിൻ്റെ ഇത്തരത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ കെട്ടിപ്പോക്കാൻ അവരുടെയൊക്കെ പരിശ്രമം ഉണ്ടായിരുന്നു. പക്ഷെ അന്നൊന്നും തന്നെ തങ്ങളുടെ സമുദായത്തിന് മാത്രമായുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായിരുന്നില്ല. അത് മുഴുവൻ ജനങ്ങൾക്കും നാട്ടിലുള്ള എല്ലാവർക്കും പ്രാപ്യതയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നത് വഴി കേരളത്തിനുണ്ടായ ഒരു പുരോഗതി എന്ന് പറയുന്നത് വളരെ വലുതാണ്. അത്തരത്തിൽ വിദ്യാഭ്യാസം ലഭിച്ച ഒരു ജനത 1990കളുടെ ഒക്കെ ഒരു കാലത്ത് പ്രത്യേകിച്ചും ആഗോളവൽക്കരണത്തിൻ്റെ ഒക്കെ പശ്ചാത്തലത്തിൽ പലപ്പോഴും നമ്മൾ ആഗോളവൽക്കരണത്തെ നവ ഉദാരവൽക്കരണത്തെ ഒക്കെ തന്നെ മൊത്തത്തിലൊരു തെറ്റായ ദിശയിൽ പോയ അല്ലെങ്കിൽ നമുക്കറിയാം ലാഭം മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് ലാഭത്തിൽ മാത്രം കണ്ണു നട്ടുകൊണ്ട് മറ്റുള്ള കാര്യങ്ങളെ ഒന്നും മനുഷ്യരുടെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളെ ഒന്നും ശ്രദ്ധിക്കാതെ കുത്തക കമ്പനികൾ തങ്ങൾക്ക് ലാഭമുണ്ടാക്കാൻ വേണ്ടി നടത്തിയ പരിശ്രമങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അവിടെ നിലനിൽക്കുമ്പോൾ തന്നെ ആഗോളവൽക്കരണം തുറന്നു തന്ന ഒരു പുതിയ മേഖലയുണ്ട്. നമ്മുടെ നാട്ടിലെ വിദ്യാസമ്പന്നരായ ആളുകൾക്ക് ആഗോളവൽക്കരണത്തിൻ്റെ ഫലമായുണ്ടായ പുതിയ തൊഴിൽ മേഖലകളിലേക്ക് കടന്നു ചെല്ലാൻ ഉണ്ടായ ഒരു സാഹചര്യം. അവർക്ക് തുറന്നു കിട്ടിയ പുതിയ മേഖലകളിലേക്ക് നേരത്തെ വിദ്യാഭ്യാസം വഴി അവർക്ക് ലഭിച്ച ആ ഒരു ശേഷികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർ ഈ പുതിയ മേഖലയെ കൂടുതൽ അവരുടേതാക്കി മാറ്റുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ആ സംഗതികളിൽ കൂടെയാണ് കേരളത്തിൻ്റെ ആളോഹരി വാർഷിക പ്രതിവർഷ വിശേഷ വരുമാനം എന്ന് പറയുന്ന ആ കാര്യങ്ങളൊക്കെ തന്നെ മുന്നോട്ട് പോയത്. അപ്പോൾ 90കൾക്ക് ശേഷമുള്ള അവസ്ഥ ഒരുപക്ഷെ സർക്കാരുകളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ക്ഷേമ പ്രവർത്തനങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ ക്ഷേമ രാഷ്ട്ര സങ്കല്പനത്തെ സംബന്ധിച്ച് ഒക്കെ നെഗറ്റീവായിട്ട് നമുക്ക് പലപ്പോഴും തോന്നുമെങ്കിലും വ്യക്തിഗത തലത്തിൽ അത് പലരും അതിന് അനുകൂലമായ അതിൻ്റെ ഗുണഭോക്താക്കളായി മാറി എന്നുള്ളതാണ് ഈ ഒരു മാറ്റത്തിന് കാരണമായത് എന്നൊരു അത്തരത്തിലുള്ള വിശകലനമാണ് ഉണ്ടായത്. ഇവിടെ സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച സംഘടനാ രേഖയിൽ നമ്മൾ ഇത്തരത്തിലുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങളെയൊക്കെ പരാമർശിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിലും അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാതെ എന്താണ് ശാസ്ത്രം സാമൂഹ്യ വിപ്ലവത്തിന് എന്ന മുദ്രാവാക്യത്തെ എങ്ങനെയാണ് നമ്മൾ സാധാരണ മനുഷ്യരുടെ മനസ്സിലേക്ക് സന്നിവേശിപ്പിക്കാൻ നമ്മുടെ പ്രവർത്തനം എന്താണ്, നമ്മുടെ പരിപാടി എന്താണ്, അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഒരു പരിപാടി എന്ന് പറയുന്നത് ശാസ്ത്രബോധത്തെ സാമാന്യബോധമാക്കുക എന്നുള്ളതാണ്. എങ്ങനെയാണ് ശാസ്ത്രബോധത്തെ നമുക്ക് സാമാന്യബോധമാക്കാൻ പറ്റുക? തീർച്ചയായും നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ തന്നെയാണ്. വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ, നമ്മുടെ മാസികകൾ, നമ്മുടെ പുസ്തകങ്ങൾ, നമ്മുടെ ക്ലാസ്സുകൾ, നമ്മൾ നടത്തുന്ന ജനസംവാദങ്ങൾ, അങ്ങനെ ഒട്ടേറെ പ്രവർത്തനങ്ങൾ. നമ്മുടെ വ്യത്യസ്തമായ മാസികകൾ, ഇപ്പോൾ യുറേറ്റി ആയാലും ശാസ്ത്രകേരളമായാലും ശാസ്ത്രഗതിയായാലും അതാത് കാലത്തെ ശാസ്ത്ര വിഷയങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യുന്ന മാസികകളാണ്. പ്രത്യേകിച്ചും ഇപ്പോൾ ഏറ്റവും അടുത്ത് വരുന്നത് യുറേറ്റിയെ കുറിച്ച് തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ബഹുമുഖ ബുദ്ധിയെ അടിസ്ഥാനമാക്കിയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ക്ലാസ് മുറികളിലൊക്കെ പ്രയോഗിക്കുന്ന ബഹുമുഖ ബുദ്ധി എന്ന് പറയുന്ന മൾട്ടി ഡയമെൻഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന കാര്യങ്ങളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ലേഖനങ്ങളോ അതല്ലെങ്കിൽ കഥകളോ ഏത് തന്നെ ആയാലും ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കൂടി ഉൾച്ചേർത്തുകൊണ്ടുള്ള വിഭവങ്ങളാണ് നമുക്ക് ഈ രീതിയിലൊക്കെ കാണാൻ കഴിയില്ല. അപ്പോൾ ഇത്തരത്തിൽ വളരെ ശ്രദ്ധയോടെ നമ്മൾ ഇങ്ങനെ ആയിരിക്കണം, ശാസ്ത്ര വിഷയങ്ങൾ ജനങ്ങളിലേക്ക് കൈമാറ്റം ചെയ്യാൻ സാധിക്കുന്ന തരത്തിലായിരിക്കണം ഇതിലെ വിഭവങ്ങളെ എന്ന് തീരുമാനിച്ചുകൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന മാസികകളാണ് നമ്മുടെയൊക്കെ തന്നെ. നമ്മുടെ യുറേറ്റിയായാലും ശാസ്ത്രകേരളമായാലും ശാസ്ത്രഗതിയായാലും
ഏറ്റവും സമകാലികമായ ശാസ്ത്ര വിഷയങ്ങളെയൊക്കെ വളരെ കൃത്യമായി ശാസ്ത്രഗതിയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ശാസ്ത്രബോധത്തെ സാമാന്യബോധമാക്കുക എന്ന നമ്മുടെ ഒന്നാമത്തെ പ്രവർത്തന തലത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തത് നമ്മുടെ വികസന നേട്ടങ്ങളാണ്. നമുക്കറിയാം കേരളത്തിന്റെ വികസന നേട്ടങ്ങൾ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഇന്ത്യയുടെ വികസന നേട്ടങ്ങൾ എന്ന് പറയുമ്പോൾ അതാണ് ഒരു മനുഷ്യന്റെ പുരോഗതി, ഒരു കൂട്ടം മനുഷ്യരുടെ പുരോഗതി എന്ന് പറയുന്നത് ആ നാട്ടിലുണ്ടായ വികസന പ്രവർത്തനങ്ങളുടെ മുന്നോട്ട് പോക്ക് തന്നെയാണ്. അത് നമുക്കിപ്പോൾ ഏതെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ, റോഡ് രാമനാട്ടുകരയിലാണെങ്കിൽ നമുക്ക് പഴയ ഒരു 50 വർഷം മുമ്പുള്ള രാമനാട്ടുകരയെയും ഇപ്പോഴത്തെ രാമനാട്ടുകരയെയും നമുക്ക് താരതമ്യം ചെയ്യാം. അപ്പോൾ നമുക്കതിൽ റോഡ് പോലുള്ള ഗതാഗത സംവിധാനങ്ങളെ കുറിച്ച് പറയാനുണ്ടാവും, അതല്ലെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന സ്ഥാപനങ്ങളെ കുറിച്ച് പറയാനുണ്ടാവും, ഇവിടെ ഉണ്ടായിരുന്ന ആരോഗ്യ രക്ഷാ സംവിധാനങ്ങളെ കുറിച്ച് പറയാനുണ്ടാവും. അങ്ങനെയുള്ള കുറേയേറെ കാര്യങ്ങൾ, പലതരം കാര്യങ്ങളെ നമുക്ക് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ തീർച്ചയായും നമ്മളിങ്ങനെ വളരെയേറെ സൗകര്യങ്ങൾ നമുക്ക് ഈ കാലത്തിനിടയ്ക്ക് നമുക്ക് ലഭ്യമായിട്ടുണ്ട് എന്നാണ്. ഇതൊക്കെ തന്നെ വികസന നേട്ടങ്ങളാണ്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ, നമ്മുടെ പ്രദേശത്തിൻ്റെ ഒക്കെ വികസന നേട്ടങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ വികസന നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ അത് എല്ലാ മനുഷ്യർക്കും ലഭിക്കുന്നുണ്ടോ, എല്ലാ മനുഷ്യർക്കും അത് തുല്യമായി ലഭിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കുമ്പോൾ ചില സ്ഥലങ്ങളിലെങ്കിലും ചില പ്രശ്നങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. കാരണം ഇപ്പോൾ ഇവിടെ എത്രമാത്രം അത് പ്രതിഫലിക്കും എന്നറിയില്ല. ഇപ്പോൾ പട്ടികജാതി അല്ലെങ്കിൽ പട്ടികവർഗ വിഭാഗങ്ങൾ, പ്രത്യേകിച്ച് വയനാട്ടിലൊക്കെ നമ്മൾ പലപ്പോഴും കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ പ്രദേശത്തെക്കുറിച്ച് എനിക്ക് ആ രീതി അറിയാത്തത് ഞാൻ മറ്റൊരു ഉദാഹരണം പറയാം. അപ്പം വയനാട്ടിലെ ഒരു കോളനികൾ ഉന്നതികൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ഉന്നതിയിലേക്കുള്ള ഒരു റോഡിനെ കുറിച്ച് പലപ്പോഴും ചർച്ച ചെയ്യുന്നത് ഒരു റോഡിൻ്റെ ഒരു പദ്ധതി വരുന്നു. പക്ഷെ ആ റോഡിൻ്റെ പദ്ധതി പ്രവർത്തനം ഒരിക്കലും ആ ഒരു ഉന്നതിയിൽ നിന്നല്ല തുടങ്ങുന്നത്, മറിച്ച് ഏത് പ്രദേശം, അതായത് ഒരു അങ്ങാടിയിൽ നിന്നാണെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങുകയും ഇവിടെ എത്താതെ പോവുകയും ചെയ്യുന്ന ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന അവിടുത്തെ പൊതുപ്രവർത്തനങ്ങൾ പലപ്പോഴും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതൊരു ഉദാഹരണം മാത്രമാണ്. അത് എന്താണ് അതുകൊണ്ട് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ വികസന നേട്ടങ്ങൾ തന്നെയാണ്, വികസനത്തിന്റെ ഭാഗമായിട്ടുള്ള മുന്നോട്ട് പോക്ക് സംഭവിക്കുന്നുണ്ട്. പക്ഷെ അത് യഥാർത്ഥത്തിൽ ലഭിക്കേണ്ട മനുഷ്യർക്ക് അതിൻ്റെ ഗുണം ലഭിക്കാതെ പോകുന്ന ചില കാര്യങ്ങൾ ചില സമയത്തെങ്കിലും സംഭവിച്ചു പോകുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ അത് ഇല്ലാതെ എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളുന്ന, ഏത് തരം സാമ്പത്തിക സ്ഥിതിയിൽ നിൽക്കുന്ന മനുഷ്യരായാലും അവരുടെയൊക്കെ ആവശ്യങ്ങളെ പരിഗണിക്കുന്ന, ലിംഗ വ്യത്യാസമില്ലാതെ ജാതി വ്യത്യാസമില്ലാതെ ഒക്കെ എല്ലാ മനുഷ്യരെയും പരിഗണിക്കുന്ന വികസന ഇടപെടൽ നമ്മുടെ പ്രദേശത്ത് ഉണ്ടാവുന്നുണ്ടോ, ഇല്ലെങ്കിൽ എന്താണ് അതിനുള്ള വഴികൾ? ഇപ്പോൾ നമുക്ക് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഇപ്പോൾ ഒരു ജനകീയ മാനിഫെസ്റ്റോ തയ്യാറാക്കാനുള്ള ഒരു പരിശ്രമത്തിലാണ്. നമ്മൾ ഇന്നിപ്പോൾ കോഴിക്കോട് പരിഷത്ത് ഭവനിൽ അത്തരം ഒരു ശില്പശാലയിൽ ഉച്ചകഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പഞ്ചായത്തുകളിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ എവിടെയായാലും, ഒരു മുനിസിപ്പാലിറ്റി ആണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് മുനിസിപ്പാലിറ്റി ഒന്നിച്ചെടുത്ത് ചെയ്യാൻ കഴിയില്ല, അത് വലിയ പ്രദേശമായതുകൊണ്ട് അവിടെ ചിലപ്പോൾ 1-2 വാർഡുകളായിരിക്കും. അങ്ങനെയുള്ള ഒരു പ്രദേശത്ത് ഈ പറയുന്ന കഴിഞ്ഞ 5 വർഷത്തെ പഞ്ചവത്സര പദ്ധതിയുടെ കാലത്ത് ഉണ്ടായ വികസന പദ്ധതികളെ നമ്മൾ പരിശോധിക്കുമ്പോൾ എന്തായിരുന്നു ആ പദ്ധതി ലക്ഷ്യം വെച്ചത്, അത് എവിടെ എത്തി നിൽക്കുന്നു, അത് ആർക്കൊക്കെയാണ് ഗുണം, അതിൻ്റെ ഗുണം ആർക്കെല്ലാം ലഭിക്കുമെന്നായിരുന്നു ലക്ഷ്യം വെച്ചത്, അതിൻ്റെ ആ രീതിയിൽ തന്നെയാണോ അതിൻ്റെ ഗുണം ലഭിച്ചിട്ടുള്ളത്, അതല്ല എങ്കിൽ എവിടെയാണ് അതിന് പോരായ്മകൾ സംഭവിച്ചത്, അങ്ങനെ പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തിക്കൊണ്ട് എങ്ങനെ പുതിയ ഏറ്റവും തുല്യ രീതിയിൽ, സാമൂഹ്യ രീതിയിൽ ഒക്കെ അടങ്ങുന്ന ഒരു അത്തരത്തിൽ അധിഷ്ഠിതമായ ഒരു പ്രവർത്തനത്തിലേക്ക് എങ്ങനെ പോകാൻ കഴിയും, അതിന് പദ്ധതികൾ എങ്ങനെ രൂപപ്പെടുത്താൻ കഴിയും, എങ്ങനെയാണ് എല്ലാ മനുഷ്യരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഇത്തരത്തിൽ വികസന നേട്ടങ്ങൾ അവർക്ക് കൂടി സ്വായത്തമാക്കാനുള്ള സഹായം നമുക്ക് നൽകാൻ കഴിയുക, അത്തരത്തിലൊക്കെ ചേർത്തുകൊണ്ട് നമുക്കൊരു ജനകീയ മാനിഫെസ്റ്റോ തയ്യാറാക്കാനാവുമോ എന്നൊക്കെയുള്ള ഒരു പരിശ്രമമാണ് ഇതിൻ്റെ ഭാഗമായി നടക്കുന്നത്. ചില പഞ്ചായത്തുകളൊക്കെ അതിനുവേണ്ടി അവർ തയ്യാറായിട്ടുണ്ട്, ആ പഞ്ചായത്തുകളിൽ അതൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ കൂടെ സൂചിപ്പിച്ചു തന്നെയുള്ളൂ. അപ്പോൾ സാമൂഹ്യ പരിവർത്തനം അതാണ് നമുക്ക് സാധ്യമാക്കേണ്ടത്. അതിന് സാധ്യമാക്കാൻ തീർച്ചയായും ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്ന ഒരു പ്രസ്ഥാനത്തിന് മാത്രം സാധിക്കുന്ന ഒരു കാര്യമല്ല എന്ന് നമുക്ക് വളരെ കൃത്യമായി തന്നെ അറിയാം. നമ്മുടെ കേരള സമൂഹത്തിൻ്റെ അന്തരീക്ഷത്തിൽ ഒട്ടേറെ പ്രസ്ഥാനങ്ങളുണ്ട്. വായനശാല പ്രസ്ഥാനം പോലെ, രാഷ്ട്രീയ പാർട്ടികൾ പോലെ, അല്ലെങ്കിൽ മറ്റുള്ള സാംസ്കാരിക സംഘടനകൾ പോലെ, ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബുകൾ പോലെ ഒട്ടേറെ സംഘടനകൾ. ഒരു പ്രദേശം എടുത്താൽ
നമുക്ക് ഇതിനിടയിൽ ഇങ്ങനെ എണ്ണിപ്പോയാൽ 10-20 സംഘടനകളെ നമുക്ക് പ്രദേശത്ത്, അത് പക്ഷേ കായിക സംഘടനകളാവാം, കലാ സാംസ്കാരിക സംഘടനകളാവാം, പലതരത്തിലുള്ള സംഘടനകളാവാം. ഇവരൊക്കെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ 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 പങ്ക് വഹിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഈ പങ്കൊക്കെ കൂടിച്ചേരുമ്പോഴാണ് നമ്മുടെ ഒരു സമൂഹത്തിൻ്റെ പൊതുവായ ഒരു മുന്നോട്ട് പോക്കിനുള്ള പ്രവർത്തനങ്ങളിൽ ഒരു ഇന്ധനമായിട്ട് മാറുന്നത്. അപ്പോൾ അവിടെ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്ന് പറയുന്നത് ഇതുപോലെ അവരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കേണ്ട ഒരു സംഘടന അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനം മാത്രമാണ്. നമ്മൾ പലപ്പോഴും നമ്മളെ ഒരു ജനകീയ ശാസ്ത്ര പ്രസ്ഥാനം എന്ന് പറയാറുണ്ട്. എന്തുകൊണ്ടാണ് നമ്മളെ ജനകീയ ശാസ്ത്ര പ്രസ്ഥാനം? നമ്മളൊരു സംഘടനയായിട്ടല്ല പറയുന്നത്. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഒരു ജനകീയ ശാസ്ത്ര പ്രസ്ഥാനമാണ്. അത് തീർച്ചയായും ജനങ്ങളുടെ പ്രശ്നങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് അവരെ ജനങ്ങളെ ശാസ്ത്രത്തിൻ്റെ രീതിയിൽ ചിന്തിക്കാൻ, ശാസ്ത്രത്തിൻ്റെ രീതിയിൽ കാര്യങ്ങളെ കാണാൻ, അത്തരത്തിൽ ശാസ്ത്രീയമായ വീക്ഷണത്തോടെ കാര്യങ്ങളെ നിരീക്ഷിച്ചുകൊണ്ട് അതിൽ നിന്ന് വസ്തുതകൾ ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പുതിയ ഒരു പ്രവർത്തനത്തിലേക്ക് അതിൻ്റെ ഫലം ഒരു ശാസ്ത്രത്തിൻ്റെതായ ഒരു നേട്ടത്തിലേക്ക്, ശാസ്ത്രം എന്ന് പറയുന്നത് ലബോറട്ടറികളിൽ നിൽക്കുന്ന ഒരു ശാസ്ത്രത്തിൻ്റെ ഒരു ആ രീതിയിലല്ല, ഒരു പരീക്ഷണശാലയിലെ ശാസ്ത്രം എന്നതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. മറിച്ച് ഒരു ശാസ്ത്രീയ വീക്ഷണത്തെയാണ് നമ്മൾ ശാസ്ത്രത്തിൻ്റെ രീതി എന്ന് പറയുന്നത്. നമുക്ക് ഏതൊരു പ്രശ്നത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ദൈനംദിന ജീവിതത്തിലുണ്ടാകുന്ന ഓരോ പ്രശ്നത്തെയും നമുക്ക് ശാസ്ത്രത്തിൻ്റെ രീതിയിൽ വിവച്ഛേദിക്കാൻ കഴിയും. നമുക്ക് ഓരോന്നും പരിശോധിക്കാം. ഇത് ഇങ്ങനെയാണോ, ഇത് ഇങ്ങനെ അല്ലെങ്കിൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ തരത്തിലാണോ ഞാൻ ചിന്തിക്കേണ്ടത്, എൻ്റെ ചിന്ത എങ്ങനെയാണ് മാറ്റിയെടുക്കേണ്ടത്, എനിക്ക് ഈ വിഷയത്തെ മറ്റൊരു രീതിയിൽ കാണാൻ കഴിയുമോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ മാറ്റിയെടുക്കാൻ, തന്നെ പുതുക്കിയെടുക്കാനൊക്കെയുള്ള ഒരു ടൂളായി ഉപയോഗിക്കാവുന്ന ഒരു സംഗതിയാണ് ശാസ്ത്രത്തിൻ്റെ രീതി എന്ന് പറയുന്നത്. ഈ ശാസ്ത്രത്തിൻ്റെ രീതി സ്വായത്തമാകുമ്പോൾ തീർച്ചയായും നമുക്ക് സാമൂഹ്യ പ്രശ്നങ്ങളെയൊക്കെ തന്നെ ഒരു പുതിയ വെളിച്ചത്തിൽ കാണാൻ കഴിയും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. തരത്തിലൊരു പ്രവർത്തനം നടത്തണമെങ്കിൽ അല്ലെങ്കിൽ ശാസ്ത്രത്തിൻ്റെ രീതിയിലുള്ള ചിന്തകളിലേക്ക് പ്രവർത്തനങ്ങളിലേക്ക് പോകണമെങ്കിൽ അറിവ് എന്നത് വളരെ അടിസ്ഥാനപരമായ ഒരു ഘടകമാണ്. അങ്ങനെ അറിവ് ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം. അറിവ് ഉണ്ടാക്കിയെടുക്കുക അല്ലെങ്കിൽ അറിവ് എല്ലാവർക്കും അറിവ് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ നിരന്തരമായ കൂടിച്ചേരലുകൾ, സംഭാഷണങ്ങൾ, അതിൽ നമ്മൾ ഇത്തരത്തിലുള്ള വിഷയങ്ങളുടെ ചർച്ചകൾ, പുസ്തക ചർച്ചകൾ, മാസികകളുടെ ചർച്ചകളും അവതരണങ്ങൾ, ഇങ്ങനെ നമ്മുടെ നിരന്തരമായ പ്രവർത്തനങ്ങളിലൂടെ മാത്രമാണ് നമുക്ക് അത്തരത്തിലുള്ള ചിന്തകളെ ഒക്കെ ആളുകളിലേക്ക് അല്ലെങ്കിൽ മറ്റു പ്രസ്ഥാനങ്ങളിലൊക്കെ സന്നിവേശിക്കാൻ പറ്റും, പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ മഴക്കാലത്ത് നമ്മൾ ഡെങ്കിപ്പനിയെ കുറിച്ചുള്ള ഒരു ക്ലാസ് നമ്മൾ സംഘടിപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഡെങ്കിപ്പനിയെ കുറിച്ചുള്ള അറിവ് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്ന സാധാരണ ഒരു മനുഷ്യരും അത് പറയാൻ സാധ്യതയില്ല. അപ്പം എല്ലാ മനുഷ്യർക്കും തങ്ങളുടെ ആരോഗ്യത്തിൽ വളരെ കൃത്യമായ ഒരു താല്പര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് കൂടി താല്പര്യമുള്ള ആ വിഷയം നമ്മുടെ ഏറ്റവും സാധ്യതയുള്ള, നമുക്ക് പല ആളുകളുമുണ്ട്, ഇപ്പോൾ ഡോക്ടർമാരായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്, അവരാരെങ്കിലും വെച്ച് നമ്മൾ അത്തരത്തിലൊരു ക്ലാസ് സംഘടിപ്പിക്കുന്നു. അതിലേക്ക് നമ്മൾ ഈ പറയുന്ന സംഘടനകളെയൊക്കെ ചേർത്തുകൊണ്ട് ഒന്നിച്ചുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കുക. തീർച്ചയായും നമ്മളവിടെ ചെയ്യുന്നത് ഈ അറിവിനെ ഇത്തരത്തിൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുകയാണ്. അതൊരു വലിയ പ്രവർത്തനമാണ്. ശാസ്ത്ര സാഹിത്യ പരിഷത്തിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ പ്രവർത്തനമാണ്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് പല പ്രവർത്തനങ്ങളും നമ്മുടെ യൂണിറ്റ് തലത്തിൽ നമ്മുടെ സാധ്യതകൾ വെച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒട്ടേറെ പ്രവർത്തനങ്ങളുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ നമ്മുടെ യൂണിറ്റിലേക്ക് ഞാൻ വളരെ പെട്ടെന്ന് യൂണിറ്റുകളുടെ പ്രവർത്തനത്തിലേക്ക് വരാം. യൂണിറ്റുകളെ ഞാൻ ഇപ്പോൾ സൂചിപ്പിച്ചതും അത്തരമൊരു പ്രവർത്തനമാണ്. എന്താണ് യൂണിറ്റുകൾക്ക് ചെയ്യാൻ പറ്റുക? യൂണിറ്റ് നമുക്കറിയാം, യൂണിറ്റുകളാണ് ശരിക്കും ഒരു സംഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തരം. നമ്മളാരും കാണില്ല. പിന്നെ ആരുണ്ടാവുക? ആ വാർഡ് മെമ്പറും പിന്നത് ആരെങ്കിലും അങ്ങനെ ഭാരവാഹിയാരെങ്കിലും ഒഴിവാക്കാൻ പറ്റാത്തതുകൊണ്ട് അവരുണ്ടാവാൻ വേണ്ടിയിട്ട്. അതല്ലാതെ പൊതുവായിട്ട് ഒരു സാധാരണ ഒരു ആളുകളിങ്ങനെ വരുമല്ലോ, പുരുഷന്മാരൊക്കെ കുറേ പേര് വരുന്നത് പോലെ സ്ത്രീകൾ വരുന്നത്. ഇങ്ങനെ സ്ത്രീകൾ ഈ വിഷയമൊന്നും കേൾക്കുന്നില്ല, അവർ ചർച്ച ചെയ്യുന്നില്ല, വീട്ടിലൊന്നും ചർച്ച ചെയ്യുന്നില്ല. വീട്ടിലെ പുരുഷന്മാരൊക്കെ വളരെ എല്ലാ കാര്യവും അറിയുന്ന ആൾക്കാരായിരിക്കും. പക്ഷെ വീട്ടിൽ പോയി ഈ കാര്യത്തെക്കുറിച്ച് ഒരു അക്ഷരം ഇടില്ല. കാരണം വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങിയിട്ട് രാത്രി തിരിച്ചെത്തിയതിന് ശേഷം പിന്നെ ഫോൺ കോളുകളിലൂടെ ഇങ്ങനെ കടന്നു പോവുകയും വീട്ടിലുള്ള കാര്യങ്ങളൊന്നും നോക്കാം. അങ്ങനെ ഒരു വല്ലാത്തൊരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊന്നും നമ്മൾ ചർച്ച ചെയ്യാൻ പറ്റില്ല. അപ്പം എന്താണ് അവസാനമായിട്ടുണ്ടാവുന്നത്? നമ്മുടെ സ്ത്രീകൾക്ക് ഇത്തരം കാര്യങ്ങളൊന്നും അറിയില്ല. അവർ പഴയ മട്ടിൽ തന്നെ നിൽക്കുന്നു. അവർക്ക് ചിലപ്പോൾ
നമ്മൾ ഈ വർഗീയതയെക്കുറിച്ചോ അല്ലെങ്കിൽ മതപരമായ ഒരു ഇതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അവരറിയാതെ അതിലേക്ക് ചേർന്ന് പോകും. കാരണം അവർക്ക് വേറെ ബദൽ ചിന്തകളൊന്നും നമ്മൾ കൊടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യം മനുഷ്യ മനസ്സുകളെ എങ്ങനെയാണ് ആ മനസ്സുകൾ സഞ്ചരിക്കുന്നത് എന്ന് അതിന് കൃത്യമായ അറിവുകളുടെ ഒരു തലം കിട്ടിയാലാണ് നമ്മൾ മാറി ചിന്തിക്കുന്നത്. നമ്മൾ പുതിയ ചിന്തകളിലേക്ക് പോകണമെങ്കിൽ തീർച്ചയായും നമ്മുടെ മനസ്സിലേക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കണം. അപ്പോഴാണ് നമ്മൾ വേറെ ചിന്തകളിലേക്ക് പോകുന്നത്. ഇതൊന്നും ഇല്ലാതിരുന്നാൽ നമ്മൾ പിന്നെ പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെയല്ല എന്ന് പറയുന്നത് വലിയ കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പ്രധാന പണി എന്ന് പറയുന്നത് അറിവിനെ ആളുകളിലേക്ക് എത്തിച്ചുകൊണ്ടേയില്ല. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ എല്ലാവർക്കും സാധാരണ. അപ്പോൾ നമുക്ക് രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിൽ എത്ര യൂണിറ്റുകൾ വേണം എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ നമുക്ക് പിന്നെ ഇവിടെയുള്ളവർക്ക് പോയിട്ട് എല്ലാ സ്ഥലത്തും യൂണിറ്റ് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ ഇവിടുത്തെ ഉള്ള ആളുകളുടെ പരിചയക്കാരോ ഒക്കെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും, മറ്റു ഡിവിഷനുകളിലൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. അവരെയൊക്കെ ബന്ധപ്പെട്ട് ഈ ഒരു കാലത്തെക്കുറിച്ച് അവർ ചെറിയ യോഗങ്ങൾ വിളിക്കാൻ പറ്റുമെങ്കിൽ ഈ കാലം ഇങ്ങനെയാണ് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയത് എന്നൊക്കെ ചോദിച്ച് സാധ്യതകൾ ആരായുന്നത് തീർച്ചയായും നല്ലതായിരിക്കും. നമുക്ക് ഒട്ടേറെ പ്രവർത്തനങ്ങൾ അതുവഴി നടത്താൻ പറ്റും. ഈ പ്രവർത്തനങ്ങളൊക്കെ അനിവാര്യമാണ് എന്നതുകൊണ്ട് കൂടിയാണ്. അല്ലാതെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിനെ എല്ലാവരെയും പരിഷത്ത് എന്ന പേര് എല്ലാവരും കേൾക്കാറുള്ളത്. പരിഷത്ത് പേര് എന്തോ ആയിക്കോട്ടെ, പക്ഷെ അതുവഴി വരുന്ന ഈ ഒരു തരം ശാസ്ത്രത്തിന്റെ രീതി മനുഷ്യന്റെ മനസ്സിലേക്ക് എത്തിക്കുക എന്നുള്ള ശാസ്ത്രബോധം അവരുടെ സാമാന്യബോധമാക്കി മാറ്റുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട പണിയാണ് നമുക്ക് ചെയ്യാനുള്ളത്. പിന്നെ അംഗത്വത്തിന്റെ കാര്യങ്ങളും അറിയാലോ. അംഗത്വത്തെ നമ്മൾ അങ്ങനെ നമുക്ക് ഏത് സാഹചര്യത്തിലും വിജ്ഞാനോത്സവം അടുത്ത ഓഗസ്റ്റ് മാസത്തിൽ വരും. അപ്പോൾ നമ്മുടെ യൂണിറ്റിന്റെ പരിധിയിലുള്ള സ്കൂളുകളിൽ രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിലെ സ്കൂളുകളിലൊക്കെ നമുക്ക് വിജ്ഞാനോത്സവം നടത്തണം എന്ന് പറയുമ്പോൾ അധ്യാപകർ തീർച്ചയായിട്ടും നമുക്ക് ആവശ്യമാണ്. അധ്യാപകരുടെ സാന്നിധ്യമില്ലാതെ നമുക്ക് നടക്കില്ല. അപ്പം പഴയ അധ്യാപകരാണ് പുതിയ അധ്യാപകരെ പരിചയം ഉണ്ടാവുകയും സൗഹൃദം ഉണ്ടാവുകയും ചെയ്യുക. അങ്ങനെയാണ് നമുക്ക് സ്കൂളുകളിലേക്കൊക്കെ കയറി ചെല്ലാനും ഒക്കെ കഴിയുന്നത്. അപ്പം അത്തരത്തിൽ നമ്മുടെ വിജ്ഞാനോത്സവത്തെ എല്ലാ സ്കൂളുകളിലും എത്തിക്കണമെങ്കിൽ നമുക്ക് തീർച്ചയായും നമ്മുടെ കൂടെ അത്തരത്തിലുള്ള പ്രവർത്തകരുണ്ടാവണം. അതുപോലെ മാസികയെക്കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചു. മാസിക ഇവിടെയാണ് ചേരുന്നതെന്ന് അറിയില്ല. മുനിസിപ്പാലിറ്റിയിലും പഞ്ചായത്തുകളിലും ഒക്കെ പ്രോജക്റ്റിന്റെ ഭാഗമായി തന്നെ മാസിക പ്രചരിപ്പിക്കാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിലും അത് ചെയ്യുന്നുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ സ്പോൺസർഷിപ്പ് പോലുള്ള, അതായത് ഇപ്പോൾ ഒരു സ്കൂളിൽ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥി വളരെ നല്ല രീതിയിൽ വിദേശത്തോ അല്ലെങ്കിൽ സ്വദേശത്തോ നല്ല ജോലിയിലൊക്കെ ആണെങ്കിൽ ആ വിദ്യാർത്ഥിക്ക് അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അവളുടെ ഒരു എന്താ പറയുക സംഭാവനയായിട്ട് തൻ്റെ സ്കൂളിലേക്ക് എല്ലാ ക്ലാസ്സുകളിലേക്ക് ഒരു മാസിക നൽകാൻ തീർച്ചയായും അതൊരു സന്തോഷമുള്ള കാര്യമായിരിക്കും. അപ്പോൾ അത്തരത്തിൽ ഒക്കെയുള്ള കാര്യങ്ങൾ വളരെ മേഖലയിൽ കുറേ സ്ഥലങ്ങളിൽ അടുത്ത ദിവസങ്ങളിലായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ആലോചനകൾ ഒക്കെ ഉണ്ടാകണം എന്നാണ് പറയുന്നത്. പിന്നെ ബാലവേദി യൂണിറ്റിൻ്റെ ബാലവേദി ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൂടുതൽ ബാലവേദികൾ ഉണ്ടാവുക എന്നുള്ളതും ഈ കാലം ആവശ്യപ്പെടുന്ന ഒരു പ്രവർത്തനമാണ്. അതുപോലെ ഇന്ത്യയുടെ പ്രായ പിരമിഡ്, കേരളത്തിൻ്റെ പ്രായ പിരമിഡ് ഒക്കെ നോക്കുമ്പോൾ US-ൻ്റെ പ്രായ പിരമിഡ് അമേരിക്കയുടെ, നമ്മുടെ കേരളത്തിൻ്റെ പ്രായ പിരമിഡിന് അമേരിക്കയുടെ പ്രായ പിരമിഡുമായി സാമ്യമുള്ളതാണ്. അതായത് ഏറ്റവും മുകളിൽ കുറച്ചും, അതായത് പ്രായം കൂടിയവർ കുറച്ചും പ്രായം കുറഞ്ഞവർ കൂടുതലുള്ള അതാണല്ലോ ശരിയായ പിരമിഡ് താഴെ. പക്ഷെ നമ്മുടേത് മുകളിലേക്ക് കുറച്ച് പരന്നു തുടങ്ങിയിട്ടുണ്ട്. കാരണം പ്രായം കൂടിയവർ കൂടുതലാണ്. നമ്മളേതാണ്ട് 60 വയസ്സിന് മുകളിലുള്ള ആളുകളുടെ 20% ഒക്കെയാണ് എന്നാണ് കണക്ക്. നമ്മുടെ വെള്ളവെള്ളത്തിന് അതിൻ്റെ ചില കണക്കുകളുണ്ട്. 2004 നിന്ന് 2019 15 വർഷം കഴിഞ്ഞപ്പം ഏതാണ്ട് 4%-ലധികം 64 വയസ്സിന് മുകളിലുള്ള ആളുകളുടെ സംഖ്യ കൂടിയിട്ടുണ്ടെന്ന് പറയുന്നത്. അപ്പം അങ്ങനെ പ്രവർത്തനം നമ്മുടെ ഇതിൻ്റെയൊക്കെ ഒരു ആത്യന്തിക ഫലം എന്ന് പറയുന്നത് തൊഴിലെടുക്കാനുള്ള പ്രായത്തിലുള്ള ആളുകൾ കുറയുകയും കൂടുതൽ ക്രിയാത്മകമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കാനുള്ള പ്രവർത്തകരുടെ എണ്ണം കുറയുകയും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥ. അതോടൊപ്പം തന്നെ ആരോഗ്യപരമായ ഏറ്റവും അസുഖങ്ങളൊക്കെ കൂടുന്ന ഒരു കാലം ഉള്ള ഒരു വയോജന പ്രശ്നങ്ങളുണ്ട്. നമ്മളിപ്പോൾ വയോജനക്ഷേമത്തിനു വേണ്ടി പലവിധ പരിപാടികളൊക്കെ നമ്മൾ നടത്തുന്നുണ്ട്. അത് വളരെ അനിവാര്യമാണ്. അതോടൊപ്പം ഈ 60-70 വയസ്സ് എന്നൊക്കെ പറയുന്നത് പഴയ കാലത്തല്ല. പണ്ട് 60 വയസ്സ് എന്ന് പറഞ്ഞാൽ ഷഷ്ടിപൂർത്തി വയസ്സായിരുന്നു. ഇപ്പം 60 വയസ്സ് പറഞ്ഞാൽ അങ്ങനെയാണ് ഓൾഡ് 40s represent 60 എന്ന് പറയുന്നത്. അപ്പോൾ പഴയ 40 വയസ്സാണ് ഇപ്പോഴത്തെ 60 വയസ്സ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴത്തെ 60-കാരൊന്നും വയസ്സന്മാരായിട്ട് കൂട്ടുന്നില്ല. 60-70 വയസ്സായിട്ട് കൂട്ടുന്നില്ല. 70-80 വരെയും അത്ര കൂട്ടുന്നില്ല. 80
മിനിമത്തിന്റെ മുകളിലാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ പ്രായമുള്ളവർ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളൊക്കെ കർമ്മനിരതരാക്കുക, പല മേഖലകളിൽ നിന്നും പല ജോലികളിൽ നിന്നൊക്കെ വിരമിച്ച ആളുകളുണ്ടാവും, അധ്യാപകരായിട്ട് വിരമിച്ചവരുണ്ടാവും, ഇനി ഇതൊന്നും അല്ലെങ്കിൽ നാട്ടിലുള്ള പല വിവിധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവരുണ്ടാവും. അവരെയൊക്കെ ഇതിൻ്റെ കൂടെ ചേർക്കാനും നമ്മളോടൊപ്പം ചേർക്കാനും ഒക്കെ കഴിയുന്നതും അങ്ങനെ ചെയ്യുന്നതും വളരെ നല്ലതാണ്. പരിമിതി നമുക്കുണ്ട്. ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് നമ്മൾ യുവസമിതിയെ കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള പലവിധ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പല വായനശാലകളിലൊക്കെ അനുബന്ധമായിട്ട് വില്ലേജ് നോളജ് സെന്റർ എന്ന് പറയുന്ന ഒരു സംഗതി കുറച്ച് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കുറേയേറെ സ്ഥലങ്ങളിൽ അത്തരത്തിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ യുവസമിതിയുടെ കൂട്ടായ്മ ഉണ്ടാക്കുകയും അവരുടെ ഒരു നേതൃത്വത്തിൽ ആ വായനശാലയെ ആ ഗ്രാമത്തിലെ എല്ലാ പ്രദേശത്തിൻ്റെ ഏറ്റവും പുതിയ അറിവുകളിലൂടെ നൽകാൻ കഴിയുന്ന, പ്രത്യേകിച്ച് ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ ഒരു കാലമാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഈ സൈബർ കുറ്റങ്ങളും അല്ലെങ്കിൽ സൈബർ തട്ടിപ്പുകളൊക്കെ ധാരാളമായി വന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. അപ്പോൾ തീർച്ചയായും ഈ സാങ്കേതിക വിദ്യയെക്കുറിച്ച് അറിയുന്നത്, സാങ്കേതിക വിദ്യയുടെ ഉള്ളിലുള്ള കളികളെ കുറിച്ചൊക്കെ അറിയുന്നത് വളരെ അത്യാവശ്യമാണ്. കാരണം നമ്മളിപ്പോൾ കുട്ടികളെന്നോ പ്രായമുള്ളവരെന്നോ അറിയാതെ മൊബൈൽ ഫോണുകളൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ തീർച്ചയായും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വളരെ പ്രസക്തിയുണ്ട്. അത് ഇത്തരത്തിലുള്ള യുവസമിതി പോലുള്ള കൂട്ടായ്മകളെ ഉണ്ടാക്കിക്കൊണ്ട് അവരുടെ സഹായത്തോടുകൂടി അത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ അറിവുള്ളവരാവുക എന്നുള്ളതും വളരെ നല്ലതാണ്. അതോടൊപ്പം നമ്മുടെ തരത്തിലുള്ള ക്യാമ്പസ് ഇപ്പോൾ പല വിധത്തിലുള്ള ക്യാമ്പസുകളുണ്ടാകും, സ്കൂൾ ക്യാമ്പസുകളാവാം, അല്ലെങ്കിൽ മറ്റുള്ള മാനേജ്മെൻറ്റ് കോളേജുകളോ അങ്ങനെയുള്ള കോളേജുകളുണ്ടാകും. അത്തരം സ്ഥലങ്ങളിൽ നമുക്ക് ക്യാമ്പസ് ശാസ്ത്ര സമിതികൾ ഏതെങ്കിലും ഒരു അധ്യാപകനെങ്കിലും നമുക്ക് പരിചയമുള്ള ആളുണ്ടെങ്കിൽ അദ്ദേഹം വഴി അവരെ ചെറിയ കൂട്ടായ്മ ഉണ്ടാക്കാൻ കഴിയുന്ന നിലയിലുള്ള ഒരു ശ്രമമൊക്കെ നമുക്ക് നടത്തേണ്ടതാണ്. പിന്നെ മറ്റുള്ള ക്യാമ്പയിൻ പ്രവർത്തനങ്ങളൊക്കെ വരും. അത് സംസ്ഥാന തലത്തിൽ ജില്ലാതലത്തിലൊക്കെ വരുന്ന ക്യാമ്പയിൻ പ്രവർത്തനങ്ങളുണ്ടാവും. അതുപോലെ പ്രധാനമായിട്ടും ഈ വർഷം പറയുന്ന ഒരു പ്രവർത്തനമാണ് ക്വാണ്ടം തിയറിയുടെ 100ാം വാർഷികം. 1925 ക്വാണ്ടം തിയറിയുടെ ഒരു കണ്ടുപിടുത്തം എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ക്വാണ്ടം തിയറിക്ക് മുമ്പും പിമ്പും എന്ന തരത്തിൽ നമുക്ക് നമ്മുടെ ശാസ്ത്ര നേട്ടങ്ങളെ തന്നെ പറയാൻ കഴിയും. കാരണം നമ്മുടെ ഏറ്റവും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഡിജിറ്റൽ ഫോണായാലും ഫോണിൻ്റെ അതുപോലെ നമ്മുടെ രീതികളായാലും നമ്മുടെ മെഡിക്കൽ രക്ഷാ ഉപകരണങ്ങളായാലും അല്ലെങ്കിൽ MRI സ്കാനുകൾ പലതരം പല സംഗതികളിൽ ഈ ഒരു ക്വാണ്ടം തിയറിയുടെ കണ്ടുപിടുത്തം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ലോകത്തെ തന്നെ ലോകത്തിൻ്റെ പുതിയ നേട്ടങ്ങളെ മനുഷ്യരാശിക്കുള്ള പുതിയ അവർക്ക് ലഭിച്ച പുതിയ കാര്യങ്ങളൊക്കെ വലിയ തോതിൽ സ്വാധീനിച്ച ഒരു കണ്ടുപിടുത്തമായിരുന്നു ക്വാണ്ടം തിയറിയുടെ കണ്ടുപിടുത്തം. അപ്പോൾ അതിൻ്റെ 100ാം വാർഷികത്തിൻ്റെ ഭാഗമായി കുസാറ്റിൽ ഒരു പ്രദർശനം, നമ്മുടെ കുസാറ്റ് കൊച്ചിയിൽ ഒരു പ്രദർശനം, നമ്മളെന്ന് പറഞ്ഞാൽ കുസാറ്റിൻ്റെ ശാസ്ത്ര അധ്യാപകരുടെ നേതൃത്വത്തിലാണ് ആ പ്രദർശനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ക്യൂറേറ്റഡ് എക്സിബിഷനാണ്. പക്ഷേ അതിൻ്റെ ഒരു പതിപ്പ് നമ്മൾ കോഴിക്കോട് സയൻസ് സെൻ്ററിൽ നമ്മുടെ മേഖലാ ശാസ്ത്ര കേന്ദ്രം ഉണ്ടല്ലോ, പ്രധാന കോളേജിലൂടെ അവിടെ നടത്തും. അത് ആ സമയമാകുമ്പോൾ അത് ആയിട്ടില്ല, അതൊരു ഓഗസ്റ്റ് അവസാനത്തോടുകൂടി ആയിരിക്കും. അതിൽ ഒരു കാര്യത്തെക്കുറിച്ച് മാത്രം ഒരു കൗതുകം, രാമൻ ഇഫക്റ്റിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. രാമൻ പ്രഭാവം കണ്ടുപിടുത്തത്തെക്കുറിച്ച്, ആ പ്രകാശത്തെക്കുറിച്ച്. ആ പ്രകാശത്തിനെ നേരെ നമ്മൾ കാണുകയാണല്ലോ, തീർച്ചയായും അതൊരു കൗതുകകരമായ കാര്യമായിരിക്കും. ഈ പ്രദർശനത്തിൽ അതൊക്കെയാണ് ചെയ്യുന്നത്. അത്തരത്തിലുള്ളൊരു ക്ലാസ് മുറി ഒരുക്കി അതിൻ്റെ ഒരു സാഹചര്യമൊക്കെ ഒരുക്കിയിട്ട് ഇത്തരത്തിൽ രാമൻ പ്രഭാവത്തെ നമുക്ക് കാണാവുന്ന തരത്തിലേക്കുള്ള ഒരു പ്രദർശനമാക്കി മാറ്റുന്നത്. അത് ഒരു ഐറ്റമാണ്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചേർന്നതാണ് ഈ ക്വാണ്ടം തിയറിയുമായി ബന്ധപ്പെട്ട പ്രദർശനം. പിന്നെ ഈ വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാമ്പയിനാണ് ആരോഗ്യ മേഖലയിലെ ആരോഗ്യത്തിൻ്റെ ബന്ധപ്പെട്ട ആരോഗ്യ മേഖലയിൽ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് അറിയാവുന്നതുപോലെ പകർച്ചവ്യാധികളല്ല. പകർച്ചവ്യാധികൾ പലപ്പോഴും ആ കാലത്ത് അതിൻ്റെ എല്ലാ കാര്യങ്ങളും അതിന് വേണ്ട പ്രതിവിധികളും ഒക്കെ ചെയ്താലും പക്ഷേ പകർച്ചേതര വ്യാധികൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ ജീവിതശൈലി രോഗങ്ങൾ എന്നൊക്കെ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതശൈലി കൊണ്ടുണ്ടായിരിക്കുന്ന നമ്മുടെ വ്യായാമം ഇല്ലായ്മ കൊണ്ട് ഭക്ഷണങ്ങളുടെ സ്വഭാവം അങ്ങനെ പല പല കാര്യങ്ങളും ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ തന്നെ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും. പക്ഷെ അതെങ്ങനെ എന്നുള്ള ഒരു അറിവ് നമുക്കുള്ളവരാണ് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും. അപ്പോൾ അതിൻ്റെ വലിയ തോതിലുള്ള ഒരു ക്യാമ്പയിൻ ഈ വർഷം ആലോചിക്കുന്നുണ്ട്. അതിൽ ഒരു പൈലറ്റ് പ്രവർത്തനം കോഴിക്കോട് ജില്ലയാണ് സംസ്ഥാന തലത്തിൽ അതിൻ്റെ പൈലറ്റ് പ്രവർത്തനം ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോഴിക്കോട് ജില്ലയിൽ ആ പ്രവർത്തനം വരുമ്പോൾ
നമ്മൾക്കൊക്കെ യൂണിറ്റുകൾക്കും മേഖലകൾക്കും അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ വരും എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇപ്പോൾ ഒരു 45 മിനിറ്റായി, 5 മിനിറ്റ് കൂടി പറഞ്ഞ് ഞാൻ നിർത്തും. പിന്നെ പ്രധാനമായിട്ടും നമ്മൾ ചെയ്യേണ്ടത് യൂണിറ്റ് കൺവെൻഷൻ. ഇന്നിപ്പോൾ ഒരു യൂണിറ്റ് കൺവെൻഷൻ നടത്തി എല്ലാ പ്രാവശ്യവും പറയുന്നില്ല. ഇതിപ്പോൾ സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഇതായിട്ട് നടത്താൻ ആരംഭിക്കണം. അപ്പോൾ എല്ലാ പ്രാവശ്യം നടത്തണമെന്നൊന്നും പറയാം. പക്ഷെ പിന്നെ പല പല കാര്യങ്ങളുണ്ട്. നമ്മുടെ ഒരു പൊതുവിദ്യാലയം, നമ്മുടെ ഇവിടുത്തെ പൊതുവിദ്യാലയമുണ്ട്. എല്ലാ പൊതുവിദ്യാലയത്തെ കുറിച്ച് നമുക്ക് വേണമെങ്കിൽ ഒരു സ്റ്റാറ്റസ് സ്റ്റഡി നടത്താം. എന്താണ് നമുക്ക് സ്ഥിതി, അവർക്ക് മലയാളം ഭാഷയെക്കുറിച്ചൊക്കെ നമ്മൾ പറയാറുണ്ട്. പലപ്പോഴും SSLC പരീക്ഷ എഴുതുന്ന ശതമാനം നോക്കുമ്പോൾ ഇപ്പോൾ കുട്ടികൾ ഏതാണ്ട് 60% കുട്ടികൾ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പരീക്ഷ എഴുതുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം മലയാളം പഠിക്കുന്ന കുട്ടികൾക്ക് കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഒരു മാതൃഭാഷയുടെ സ്ഥിതി എന്താണ് നമുക്ക് പഠിച്ചു നോക്കാം. പൊതുവിദ്യാലയങ്ങളിൽ 2 ക്ലാസ് മുറികളിടത്ത് ഒരു ഇംഗ്ലീഷ് മീഡിയം ക്ലാസ് മുറി എന്നൊക്കെയായിരുന്നു പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന. ഉത്തരവൊന്നും മാറിയിട്ടെന്ന് പറയുന്നത്. പക്ഷെ ഇപ്പോൾ ഞാൻ അടുത്ത കാലത്ത് കോട്ടൺ ഹിൽസ് സ്കൂൾ നമുക്കറിയാലോ, തിരുവനന്തപുരത്തെ വളരെ പ്രശസ്തമായ സ്കൂളാണ്. ഒരുപാട് ഡിവിഷനുകൾ, ഓരോ 8ാം ക്ലാസ് അങ്ങനെ GH ഒക്കെ പോയിട്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് ഡിവിഷനുകളുള്ള വലിയ സ്കൂളാണ്. പക്ഷെ അവിടെ ഒരു ക്ലാസ് മാത്രമാണ് മലയാളം മീഡിയം, ബാക്കി എല്ലാം ഇംഗ്ലീഷ് മീഡിയമാണ്. അപ്പോൾ നമ്മൾ ഓരോ കുട്ടികളോട് ഞാൻ ചോദിച്ചപ്പോൾ എല്ലാം ഇംഗ്ലീഷ്, ഒരു പ്രത്യേക ക്ലാസ് കൂടിയാണ് വളരെയധികം കുട്ടികൾ പഠിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സംഗതികളൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുന്നത് നല്ലതാണ്. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് പലതരം കാര്യങ്ങൾക്ക് പരിസ്ഥിതിയുണ്ട്, ആചാരങ്ങളെ കുറിച്ച് പറയാം. പിന്നെ ഒരു കാര്യം മാത്രം പറയാം, ഒറ്റപ്പെട്ട് താമസിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ തന്നെ ഒറ്റയ്ക്ക് താമസിക്കുന്ന പോയ പലപ്പോഴും പല കാലത്തിലും അവരൊക്കെ എവിടെയോ ഉണ്ടാവും. അവരെക്കുറിച്ചൊക്കെ നമുക്കൊരു അന്വേഷണം നടത്താൻ കഴിയുമോ? അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള, ഇപ്പോൾ ആരോഗ്യമുള്ളവർക്കാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ ഒരു സാന്ത്വനം നൽകുന്ന തരത്തിലുള്ള ഏതെങ്കിലും പരിപാടികൾ നമുക്ക് ആവിഷ്കരിക്കാൻ പറ്റുമോ? അതല്ലെങ്കിൽ അവർക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകാൻ നമ്മൾ ചെയ്യാവുന്നതല്ല. ശാസ്ത്രസാഹിത്യ പരിഷത്ത് എല്ലാ പാലിയേറ്റീവ് പ്രവർത്തനം നടത്തല്ല. പക്ഷെ അതിലേക്ക് നയിക്കാൻ ആവശ്യമായ ഇടപെടലുകൾ നമുക്ക് നടത്താൻ പറ്റുമോ? നമുക്ക് പ്രദേശത്തിന്, നമ്മുടെ ഒരു പ്രദേശത്ത് നമ്മുടെ ഒരു സ്വീകാര്യത വർദ്ധിപ്പിക്കാൻ ഇത്തരത്തിലുള്ളൊക്കെ പ്രവർത്തനങ്ങൾ പലരും യൂണിറ്റിൻ്റെ ഒരു തനത് ചിന്തയിൽ യൂണിറ്റ് നിരന്തരം പ്രവർത്തിക്കേണ്ടതാണെന്നും നമ്മുടെ ചുറ്റുവട്ടത്തുള്ള എല്ലാ വിഷയങ്ങളും തന്നെ നമ്മുടെ കൂടി ശ്രദ്ധ പതിയേണ്ടതാണ്. നമ്മുടെ ഉത്തരവാദിത്തമാണ് ഈ ഒരു ജനങ്ങൾക്കിടയിൽ ശാസ്ത്രബോധം പ്രചരിപ്പിക്കുക എന്നൊക്കെയുള്ള തിരിച്ചറിവിൽ കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്താൻ രാമനാട്ടുകര യൂണിറ്റിനെ സാധിക്കട്ടെ. ഈ യൂണിറ്റ് കൂടുതൽ വിപുലപ്പെട്ട് 31 ഡിവിഷൻ കഴിഞ്ഞെങ്കിലും കുറച്ച് യൂണിറ്റുകളായി വർദ്ധിക്കട്ടെ എന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അഭിപ്രായം നൽകിയിട്ടുണ്ട്. നന്ദി.